അതേ സംബന്ധിച്ച് എനിക്ക് ആസ് എഡിറ്റർ നിലയിൽ ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഡൗട്ടില്ല. എന്നുവെച്ചാൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നന്നായിട്ട്. ഇപ്പൊ ഞാൻ വർഷ ഡെബ്യൂ ഡയറക്ടറാണ് സിനിമയിൽ, ഷോർട്ട് ഫിലിം. പക്ഷെ ഇപ്പൊ ഡെബ്യൂ ഡയറക്ടറിന് അപ്പുറത്തേക്ക് വർഷ ഒരു ക്ലാരിറ്റി ഉണ്ട്, ഒരു വിഷൻ ഉണ്ടെന്ന് നന്നായിട്ട് എനിക്കും അറിയാം. അത് വർഷ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രൊഡ്യൂസർ വർഷയുടെ ഫ്രണ്ടാണ്, ഞാൻ അഭിയുണ്ട്. അഭി ആ കാര്യത്തിൽ നിനക്ക് ഡൗട്ട് വേണ്ട. കാരണം അവൾക്കൊരു വിഷൻ ഉണ്ട്, ഇവള് ഒരു ഇതെന്താ പടമാകുന്നുള്ള നല്ല ധാരണ വർഷയ്ക്കുണ്ട്. ആ കാര്യത്തിൽ പ്രൊഡ്യൂസർ പുതിയ ആളാണ്. അപ്പൊ സോനിയ വർഷ ഞങ്ങള് ഈ പറയുന്ന പോലെ വേറെ വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്. അപ്പം വർഷയ്ക്ക് വിഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അഭിയോടും പറഞ്ഞിട്ടുണ്ട്, അഭി ഇത് ക്ലാരിറ്റി ഉണ്ട് വർഷയ്ക്ക്, ധൈര്യമായിട്ട് നിന്നാലും സ്വാതന്ത്ര്യം. അപ്പൊ അത് വർഷയ്ക്ക് ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചും കൂടെ ഈസിയും കൂടെ ഉണ്ട്. കാരണം വർഷയ്ക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പിന്നെ സ്വാതന്ത്ര്യം ഉണ്ട്. വർഷയ്ക്ക് പറയാനും പറ്റും, വർഷ ഇതിങ്ങനെയല്ല ഇങ്ങനെ നമുക്ക് പറയാനും പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ക്ലാരിറ്റി എനിക്ക് തോന്നുന്നു വർഷയ്ക്ക് സ്ക്രിപ്റ്റിലാണെങ്കിലും ഒരു ധൈര്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഓർക്കകൂടി നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, കണ്ടന്റ് പറഞ്ഞു പോകുന്ന വർഷം എഴുതി വെച്ചിരുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് പോയി ഇങ്ങനെ പോയി എൻഡിലേക്ക് എത്തുക. ആ വർഷം തുടക്കത്തിൽ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ 20 മിനിറ്റ് ഒരു സെറ്റിങ്ങിന് സമയമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം ചില ആൾക്കാർ ചിലപ്പോൾ ലാഗാന്ന് പറയാമായിരിക്കാം, പക്ഷെ നമുക്കത് പറയുന്നവരൊന്നും ചെയ്യാനില്ല. അത് പണ്ടത്തെ ഒരു രീതിയും കൂടിയായിരുന്നല്ലോ. നമ്മള് നമ്മുടെ കിഴക്ക് കൊടുക്കുകയാണെങ്കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം ആ ഊട്ടി സെറ്റ് ചെയ്യണം, തണുപ്പ് സെറ്റ് ചെയ്യണം, അവിടുത്തെ ആളുകളെ സെറ്റ് ചെയ്യണം, ഓരോരുത്തരുടെ ജോലി സെറ്റ് ചെയ്യണം. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, പ്രശ്നത്തിലാണ്. വാഴയിലെ കണ്ണന്റെ അടുത്ത് സുഹൃത്ത്, അപ്പൊ കണ്ണൻ ഇപ്പൊ വാഴ എഡിറ്റ് ചെയ്യുന്ന വാഴയ്ക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. കാരണം വാഴ ടക്കിന്ന് പോകും. അപ്പൊ നമുക്ക് അതിന്റെ സെറ്റിങ്, കാരണം ഓൾറെഡി അത് ആൾക്കാർ അത് കഥ പറഞ്ഞു സീക്വൻസിലെ പോണേ. ഇത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് റിവീൽ ചെയ്ത ഞാൻ പറയുന്നത് ഇപ്പൊ എൻഡിലേക്ക് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് ഇമോഷൻ എത്തുന്നത് വെച്ചാൽ തുടക്കത്തിൽ ആ സെറ്റിങ്ങിൽ വാരണാസി എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി, അവിടുത്തെ ആൾക്കാർ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് എൻഡിലേക്ക് ചെല്ലുമ്പോഴത്തേനും അത് കുറച്ചും കൂടെ ഫീൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വാരണാസി സമാധാനം എന്ന് പറയുന്നത് വാരണാസി സമാധാനത്തിന്റെയും അല്ലാത്തൊരു സ്ഥലം എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വർഷം അത് ഓരോ എഴുത്തിലും അത് എഴുതി വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ എൻഡിലേക്ക് കിട്ടുന്ന ഫീൽ കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ സെറ്റിംഗ് ഒന്നുമില്ല, പെട്ടെന്ന് രണ്ട് വന്ന് വേറെ പ്രശ്നമുണ്ട്. ഇപ്പം രണ്ട് സ്ഥലത്ത് വന്ന ആൾക്കാർ പെട്ടെന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതെ. അപ്പൊ ശരിക്കും അതൊരു പ്രശ്നമായിരുന്നു. നമുക്കിപ്പോ ഒരു സെറ്റിംഗ് സമയം അത് വേണം. കാരണം നമ്മൾ അവിടെ പിന്നെയും നമ്മൾ കുറച്ചിട്ടുണ്ട്. പക്ഷെ കുറയ്ക്കുമ്പോൾ ഒരു പരിധിക്കുള്ളിൽ കുറയ്ക്കാനും പറ്റത്തില്ല. ഈ ഒരു ഏരിയ ആയിരുന്നു നമുക്ക് ഡൗട്ടുള്ള ഏരിയ. പക്ഷെ ടുവേഴ്സ് സെക്കൻഡ് ഹാഫ് എനിക്ക് ഒരു ഡൗട്ടില്ല. അന്നും ഇന്നും സെക്കൻഡ് ഹാഫ് വർഷ നമ്മൾ സേഫ് ആണ്, ആരും ഒന്നും പറയാൻ പോകില്ല. പക്ഷെ ഇപ്പൊ തുടക്കത്തിൽ വെച്ച് ലാഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടെന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ചും വർഷം സംബന്ധിച്ചും അത് പ്രേക്ഷകർ പറഞ്ഞിട്ട് നമുക്കറിയാം അത് അങ്ങനെ അത് സെറ്റിങ്ങിന്റെ സമയം എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. സോ നമ്മളത് ഓക്കെ. പക്ഷെ അത് ആസ്വദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ വാരണാസി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ബ്രൗൺ കളറിന്റെ ഒരു സ്പെക്ട്രം ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണല്ലോ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുവിധപ്പെട്ട എല്ലാ സമയത്തും. ഇപ്പൊ കളർ പാലറ്റ് സെറ്റ് ചെയ്യുമ്പോഴായാലും ബ്രൗൺ, ടാന്, ഗോൾഡൻ ഏരിയകളാണല്ലോ അത് ബോധപൂർവ്വം അങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണോ? ബോധം നമ്മളിപ്പോ അത് ഫായി ക്യാമറമാൻ ഫായിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഫായും വർഷം നമ്മൾ അതിനകത്ത് ഒത്തിരി ഞാൻ ഇടപെട്ടിട്ടില്ല. പക്ഷെ അവർ കളർ സെൻസിന് വേണ്ടി കുറെ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ വേണം. അത് വളരെ 2 കോസ്റ്റ്യൂമേ ഉള്ളൂ. അപ്പൊ ഈ 2 കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അത് പർട്ടിക്കുലർ ആവണം. അത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഞാൻ പറയുന്നത് ഘാട്ടിൽ പോകുമ്പോഴോ ഗള്ളിയിൽ പോകുമ്പോഴോ ഒക്കെ ഇത് ബ്ലെൻഡ് ആവണമല്ലോ. ഞാൻ പറയുന്നത് പല ടെറൈനിലാണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഘാട്ടാണെങ്കിൽ അവിടെ പോകുമ്പോൾ ഗള്ളി ആയിരിക്കും, അവിടെ നിന്ന് പോയാൽ വേറെ ബ്ലൂലേസി ആയിരിക്കും. അപ്പൊ പല സ്ഥലത്ത് പോകുമ്പോൾ ഈ കളർ പാലറ്റ് എല്ലാം ഒന്നാവണ്ടേ. അപ്പം വർഷ ഒരു കാര്യം എന്ന് വെച്ചാൽ വർഷ കഥ എഴുതുമ്പോൾ അവിടെ പോയിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് കേട്ടാണ് കഥ എഴുതിയിട്ടുള്ളത്. ഈ പറയുന്ന ഇപ്പൊ ബ്ലൂലേസി എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ട്, അവള് ബ്ലൂലേസി അവിടെ പോയി കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ പല സീനുകളും ഗുണമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ എങ്ങനെ ബ്ലെൻഡ് ആക്കാൻ പറ്റും എന്നുള്ള വർഷയ്ക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. മനസ്സിലായത്. ഇപ്പൊ അവിടെ പോയി ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പറയാം, നമുക്ക് എല്ലാം നന്നായിട്ട് അറിയാം, ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ എളുപ്പം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ വർഷ അവിടെ ജീവിക്കുക. അവിടെ നിന്ന് വന്ന വർഷ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷം വേറെ സ്ക്രിപ്റ്റ് മണാലിക്ക് പോയിരുന്നു. മണാലിക്ക് പോയിട്ട് അവിടുന്ന് വന്ന വഴിക്കാൻ തോന്നുന്നു വാരണാസി പോയിരുന്ന് പെട്ടെന്നുണ്ടായ തോട്ടിലുള്ള എഴുതിയതായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ പോയിരുന്ന് ഒരു ദിവസം പോയി അവിടെ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് തോട്ട് വന്നു. ആ തോട്ടിന്റെ പുറത്തുനിന്ന് കഥ എഴുതാം അങ്ങനെ വന്നതാണ്. ഇതൊരു പ്ലാൻഡ് ആയിട്ട് വാരണാസിയിൽ കഥ പറയണം എന്ന് വിചാരിച്ച് എഴുതിയ കഥയൊന്നും അല്ല. അപ്പൊ അവര് തോട്ട് വന്നു, ആ തോട്ടിനെ നല്ലൊരു പ്ലോട്ടായിട്ട് കിട്ടി. ഓക്കെ അവിടെ എഴുതാൻ തുടങ്ങി.
അങ്ങനെയാണ് സിനിമ ആയത് സത്യം പറഞ്ഞാൽ. എത്ര ഉണ്ടായിരുന്നു ഫൈനൽ എഡിറ്റിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന റഷ് എത്ര മണിക്കൂറുണ്ട്? ഇല്ല 2.5 മണിക്കൂറുണ്ട്, 2.5 മണിക്കൂർ അത്രേ ഉള്ളൂ. ക്രിസ്പ് ആയിരുന്നു അത്. ഞാൻ പറയാം അതാ പറയാം, ഒത്തിരി ഒന്നും ഇപ്പം നമ്മൾ കളഞ്ഞത് പോലും ചില ഒരു ഇപ്പം തമ്പരമ്മ സീക്വൻസ് ഫ്രണ്ടിലെ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ടോട്ടലി അത് നമ്മുടെ പടത്തിൽ നിന്ന് മാറി നിൽക്കും തോന്നിയോണ്ട് എടുത്ത് കളഞ്ഞത്. അങ്ങനെ ഉള്ളൂ. അല്ലാതെ ആ സീക്വൻസിന് അതും കുറച്ചൊക്കെ ഇംപ്രൈസേഷൻ വന്നപ്പോ ഉണ്ടായ സാധനം. വർഷയുടെ തോട്ടിലുണ്ടായ അല്ല, ഞാൻ പറഞ്ഞ എഴുത്തിൽ അവള് കറക്റ്റ് ആയിരുന്നു ആ മീറ്റർ. അപ്പൊ ആ മീറ്ററിൽ നിന്ന് എവിടെയെങ്കിലും നമ്മളിപ്പം ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇംപ്രൈസ് ചെയ്യും, അങ്ങനെയൊക്കെ വന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞത് ആ തോട്ടാ പറയുന്നത്. അവളുടെ മീറ്ററിൽ എപ്പോഴും ഇരിക്കുന്നത്, അതിന് മേളിൽ വന്ന സാധനം മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. അല്ല, അതൊരു ഭാഗ്യമാണല്ലോ. സാധാരണ ഇപ്പൊ 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ സിനിമയുടെ ഫുട്ടേജ് വരുന്നു. അതിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമയോട് കഥ പറയാൻ പറ്റില്ലെങ്കിൽ 2ാം ഭാഗം ലീഡ് വെക്കണം. ആ അവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും പല എഡിറ്റർമാരും ഇരിക്കുന്നത്. അവിടെ നമുക്ക് ഏറെക്കുറെ ഒരു ധാരണയുള്ള ഫുട്ടേജ് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പിന്നെ വേറെ കാര്യം, ഞാൻ വാരണാസി 28 നമ്മുടെ ഷൂട്ടിന്റെ ഫുൾ ടൈം ഞാൻ വാരണാസി ഉണ്ടായിരുന്നു. അപ്പൊ സ്പോട്ട് ഉണ്ടായിരുന്നു, അപ്പം അതും കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് സീൻ വർക്ക് ആവുന്നുണ്ടോ ഈ സീനിനെ കുറിച്ച് ധാരണ അപ്പൊ തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ പറ്റും. ഡബ്ബൊക്കെ എനിക്ക് വന്ന ഒരു 12 ദിവസം കൊണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് പരിപാടി തീർത്തു. കാരണം പെട്ടെന്ന് തീരാൻ പറ്റും, കാരണം അതിനെ കുറിച്ച് ധാരണയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഗിമ്മിക്സ് ആണെങ്കിൽ ഒരു പടമല്ല. ഇപ്പൊ നമ്മൾ പറയുന്ന പല ഫാസ്റ്റ് കട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ല. പക്ഷെ ഇതിനും അതിനേതായ സ്ട്രെസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത്ര ഈസി അല്ല. നമ്മൾ സ്റ്റോപ്പേജ് കട്ട് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല, കാരണം സ്റ്റോപ്പേജ് കൂടിപ്പോയാലും പ്രശ്നം. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് അവിടെ പോയി നിന്നുകൊണ്ടും ഇങ്ങനെ കണ്ട് വന്നുകൊണ്ടും കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ പേസിംഗിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം ആദ്യമേ സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു ഉള്ള കാര്യം പറയാം. സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പോകണം, ഇങ്ങനെ തന്നെ പോകണ്ടേ. പിന്നെ നമുക്ക് 1 ഡേ നടക്കുന്ന കഥയല്ല, ഒരു ദിവസമേ ഉള്ളൂ, നമുക്കൊന്നും പോകാനില്ല. അപ്പൊ അവിടെ ഇരിക്കുക, മര്യാദയ്ക്ക് വൃത്തിയായിട്ട് കഥ പറയുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ മധുബാലയുടെ റിയാക്ഷൻസും അതിനുള്ള ഇന്ദ്രൻസിന്റെ കൗണ്ടർ റിയാക്ഷൻസും ആയിട്ട് തന്നെ ഒരു വലിയ സീക്വൻസ് ബിൽഡ് ആവുന്നുണ്ട് ഈ സോങ് ഒക്കെ വരുന്ന രീതിയിൽ. അപ്പൊ അതിൽ എത്രമാത്രം നഷ്ടബോധമുണ്ട്? ഇപ്പൊ ഇന്ദ്രൻ സാറിന് അത് ഉപയോഗിക്കാൻ പറ്റാതെ പോയതിന് റിയാക്ഷൻസ് വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇന്ദ്രൻസേൻ നഷ്ടപ്പെട്ടു പോയി, നമ്മളങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻസേന്റെ അങ്ങനെ അതായത് മധുമേമന്റെയും ഇന്ദ്രൻ സാറിന്റെയും ഷോർട്സ് നമ്മൾ കളഞ്ഞു വന്നിട്ടില്ല, ഒന്നും കളഞ്ഞു വന്നിട്ടില്ല. എന്റെ ഒരു കുഞ്ഞു സീക്വൻസ്, പക്ഷെ അതൊന്നും അത് പ്രശ്നമുള്ള കാര്യം ഇല്ല. അത് ഭയങ്കര. പക്ഷെ നമ്മൾ പോയത് മൊത്തം അതാ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞു, വർഷയുടെ ലെയർ പക്കയായിരുന്നു. അതിന് മേളിൽ വന്ന സാധനം മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചില സാധനങ്ങൾ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ചിരി കേൾക്കുമ്പോൾ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്റേഴ്സിനൊക്കെ പോകുമ്പോൾ ചില റിയാക്ഷൻസ് ആൾക്കാരുടെ സിനിമ കാണുമ്പോൾ അവർ ചിരിക്കുന്ന പോയിന്റൊക്കെ നമുക്ക് ഇവരിവിടെ ആ സാധനമല്ലേ, അത് ഇന്ദ്രൻസിന്റെ മൈന്യൂട്ടായ റിയാക്ഷൻസ് ആൾക്കാർ ചിരിക്കുക. പക്ഷെ നമ്മൾ എഡിറ്റ് പോലും ചിലപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ അങ്ങനെ ഇത് ചിരിക്കുമെന്ന് വിചാരിച്ചല്ല നമ്മൾ വിചാരിക്കും. പക്ഷെ ചില റിയാക്ഷൻ, ചില ചിരി, ടുവേഴ്സ് ക്ലൈമാക്സിലൊക്കെ ഒരു സംസാരിക്കുന്ന വലിയ കോൺവെർസേഷനിലൊക്കെ ആ ചിരിയിലൊക്കെ ഭയങ്കര ഇന്നസെന്റ് ചെറിയ ചിരിയിൽ ഒരു ആൾക്കാർ ചിരിക്കുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മളിത് വർക്കാവുന്ന ഏതൊരു പടം വർക്കാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, അതിന്റെ ഒരു ഹാപ്പിനെസ് ത്രൂ ഔട്ട് ഉണ്ട് എന്ത് പറഞ്ഞാലും. ഇപ്പൊ കൂടെയുള്ള ഫ്രണ്ട്സ്, ബാക്കി എഡിറ്റേഴ്സ്, ഫിലിം മേക്കേഴ്സ് ആരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിനും ഞാൻ എന്റെ ആശാൻ സന്ദീപ് എന്നിട്ടുള്ളൂ, ആശാനൊക്കെ ആദ്യമേ കാണിച്ചു. നമ്മളെ ആദ്യമേ കാണിച്ചു, കാരണം ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനത്തെ ഒരു പടം ആദ്യമായിട്ട് ഇത്രയും പേസിൽ പോകുന്ന പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും ലേണിംഗ് ആണല്ലോ. സോ അപ്പൊ ഞാൻ പടം കഴിഞ്ഞ ആശാനെ വിളിച്ച് കാണിച്ചു, ഇത് പടം കണ്ടു നോക്ക് എന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പം ആള് കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. അതുപോലെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ എഡിറ്റേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ട് പടം. പക്ഷെ ആ കാണിക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു ഫീഡ്ബാക്കിന് അപ്പുറത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ള വലിയ കാര്യമല്ലേ.